എല്ലാവർക്കും മീഡിയ മസ്റ്ററിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓൺലൈൻ സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൺലൈൻ ക്ലാസ് സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ധാരാളം വർക്കുകൾ കുട്ടികൾ അതായത് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാകും. അത്തരം ചെയ്ത വർക്കുകളൊക്കെ നമുക്കൊരു കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ആൽബം പോലെ ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ കൂടുതൽ വർക്കുകൾ ചെയ്യാൻ കുട്ടികൾക്ക് താല്പര്യം കാണും. അത്തരത്തിലുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോ പ്ലേ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഫോട്ടോ പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇത് ഓൾറെഡി ഫോട്ടോ പ്ലേ എന്ന ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് കണ്ട അതിൽ വീഡിയോ മേക്കർ ആൻഡ് സ്ലൈഡ് ഷോ എന്ന് ഇത് ഓൾറെഡി ഞാനിത് ഇൻസ്റ്റാൾ ആക്കിയത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെയൊരു പരസ്യമൊക്കെ വരും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഈ ആപ്പിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ന്യൂ എന്ന ചിഹ്നത്തിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പണായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ എന്നാണ് കാണുക. ഇൻ്റർഫേസിൽ അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഞാനിപ്പം ഇതിൽ കുറേ ഫോട്ടോ ഇതിൻ്റെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുകയാണ്. ചെയ്തതിന് ശേഷം ഞാനിത് ടിക്ക് കൊടുത്തു. അത് നമ്മൾ ഈ ആപ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫോട്ടോയും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓരോ ഫോട്ടോ ഇത് നമ്മൾ സെലക്ട് ചെയ്ത നേരത്തെ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഫോട്ടോ ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് മാറി മാറി വരുന്നത്. ഇതിന് നമുക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കാൻ കഴിയണം. ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസിഷൻ ആണ് നമുക്കിതിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ഫോട്ടോയുടെ ഇടയ്ക്കുള്ള ഈ ഭാഗം നിങ്ങൾക്ക് കാണാം, ഒരു മൈനസ് ചിഹ്നമുള്ളത്. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ട്രാൻസിഷൻ ഇഫക്റ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയാം. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് പുസ്തകത്താളുകൾ മറിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസിഷൻ ഇങ്ങനെയായിരിക്കും. അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പം ഒന്നാമത്തെ ഫോട്ടോന് ആ ഒരു ട്രാൻസിഷൻ വന്നു. ഇനി അടുത്ത ഫോട്ടോന് കൊടുക്കണം. അതിന് എല്ലാ ഫോട്ടോ ഇങ്ങനെ ഒന്നിച്ച് കൊടുക്കണമെന്നില്ല. നമുക്ക് ഇത് കംപ്ലീറ്റ് ഒറ്റയടിക്ക് എല്ലാം അതേ ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ടു ഓൾ എന്ന് ക്ലിപ്പ് ഭാഗത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി എല്ലാ ഫോട്ടോയും ആ രീതിയിലേക്ക് ട്രാൻസിഷൻ കൊടുത്ത് വന്നു. ഓക്കെ, കണ്ടല്ലോ. ഇനി ഇതിന് നമുക്ക് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു മ്യൂസിക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് അതിൽ നിന്നും മ്യൂസിക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ അപ്പോൾ അത് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ഇതിൽ ക്ലാസ് പ്രവർത്തനം എന്ന രീതിയിൽ എന്തൊക്കെ എഴുതണമെങ്കിൽ ഈ രീതിയിൽ ടെക്സ്റ്റ് എഴുതി അതിന് അതിൻ്റെ ഫോണ്ട് മാറ്റാം, ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം, സ്റ്റൈല് മാറ്റാം, കളറ് മാറ്റാം. വ്യത്യസ്തമായിട്ട് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതിന് വീണ്ടും മാറ്റം വരുത്തേണ്ടിരിക്കേണ്ട മാറ്റം വരുത്താം.
+2 എന്ന് കൊടുത്തു. അപ്പോൾ അതും വന്നു. നോക്കാം. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് വരണമെങ്കിൽ അത് ഇങ്ങനെ കംപ്ലീറ്റ് കൊടുത്താൽ അത് കംപ്ലീറ്റ് വന്നോളും. ഇനി അത് തുടക്കത്തിൽ മാത്രം മതിയാണെങ്കിൽ അത് മൈനസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വരും. അങ്ങനെയാകുമ്പോൾ ഈ രീതിയിലുണ്ടാവും. ഓക്കെ, അപ്പം ഈ വർക്ക് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, മ്യൂസിക് കൊടുത്തു. ഇനി ഇതിന് വേണമെങ്കിൽ ഒരു ഫ്രെയിം കൊടുക്കേണ്ടിരിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ഫ്രെയിം അത് വേണമെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ളൊരു അപ്പോൾ ഈ രീതിയിലേക്ക് വരും. അതിന് ഒരു ഫ്രെയിം കൊടുത്തു. ഇനി ഈ രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇഷ്ടമുള്ളൊരു ഫ്രെയിം ആണെങ്കിൽ ആ രീതി കൊടുക്കാം. ഇനി പിന്നെ ഇതിന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ചെയ്ത വർക്ക് എക്സ്പോർട്ടായി വരുന്നുണ്ട്. ഇനി ഇത് എക്സ്പോർട്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായ ഒരു വീഡിയോ ആൽബമായിട്ടിത് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. നോക്കാം. ഓക്കെ, ഇങ്ങനെ പരസ്യമൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കി ഇത് എപ്പോഴൊക്കെ വന്നു കഴിഞ്ഞു, എക്സ്പോർട്ട് കഴിഞ്ഞു. ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തു, ആ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്യാം. മനോഹരമായ ഒരു ഡിജിറ്റൽ ആൽബമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് കുട്ടികളുടെ വർക്കുകളൊക്കെ ഈ രീതിയിൽ ഒരു ഡിജിറ്റൽ ആൽബം പോലെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ് ഭാഗം അടുത്ത ഭാഗത്തിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.